ഹായ് ഹലോ ഓൾ വെൽക്കം ടു എജുസാറ്റ് ലേണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഫിസിക്സിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. ക്ലാസ്സിൽ നമ്മൾ 3 മാർക്കിൻ്റെ ഒരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് പഠിച്ചത്. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ കോൺകേവ് ലെൻസിൻ്റെ ഇമേജ് ഫോർമേഷനും കൂടി പഠിക്കും. അപ്പോൾ നമുക്ക് മൊത്തത്തിലൊരു 7 ഫിഗർ വരയ്ക്കാനുണ്ടാവും. അതിലേതെങ്കിലും ഒന്നാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഷുവർ ഷോട്ടായിട്ട് വരയ്ക്കാൻ ചോദിക്കുക. രേഖാചിത്രം വരയ്ക്കാൻ ചോദിക്കും. അതുപോലെ തന്നെ ആ രേഖാചിത്രം ഡയഗ്രത്തിലൂടെ ഉണ്ടായ ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സവിശേഷതകൾ എഴുതാൻ ചോദിക്കും അല്ലേ. ഇൻവേർട്ടഡ് ആണോ, റിയൽ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് പഠിച്ചല്ലേ, അതൊക്കെ എഴുതാൻ വേണ്ടി പഠിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ കോൺകേവ് ലെൻസിൻ്റെതാണ് പഠിക്കാൻ പോകുന്നത്. പക്ഷേ അതിനു മുന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ പോലെ നിങ്ങൾക്ക് ഇത് സ്കാൻ ചെയ്തിട്ട് അതിൽ ചെയ്ത് നോക്കാമെന്നുള്ളത്. ഒരു സൈറ്റാണ്, അതിലേക്ക് കയറി നോക്കും. ഓക്കെ അല്ലേ. അപ്പോൾ അത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒന്ന് വീഡിയോയിൽ കാണിച്ചു തരാം. നമ്മൾ ഇന്ന് അതാണ് മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു പ്രാക്ടിക്കൽ രൂപത്തിൽ നമുക്കൊന്ന് നോക്കാം. ഓക്കെ അല്ലേടാ. ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, കോൺവെക്സ് ലെൻസ്. അറിയാലോ, അവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ മാർക്ക് ചെയ്ത് നോക്കിയേ. ഇവിടെ ഈ കാണിച്ചിരിക്കുന്നതാണ് എഫ്. ക്ലിയർ അല്ലേ. ഈ യെല്ലോയിൽ കാണിച്ചിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് എഫ്. അതുപോലെ ഈ വലിയ യെല്ലോയിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ 2F ആണെന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഇതും എഫ്, ഇത് 2F, അതുപോലെ ലെഫ്റ്റ് സൈഡിൽ എഫ് 2F. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമ്മൾ എവിടെയാണ് ഒബ്ജക്റ്റ് വെച്ച് പഠിച്ചത്? ബിയോണ്ട് 2F അല്ലേ ഒബ്ജക്റ്റ് വെച്ച് പഠിച്ചത്, ഓർക്കുന്നുണ്ടോ? വസ്തു 2Fന് മുമ്പിൽ അല്ലേ, അപ്പുറം എന്നല്ല പഠിച്ച് നോക്കടാ. കണ്ടോ, വസ്തു കൊണ്ട് ഞാൻ ഓരോ സ്ഥലം മാറ്റുകയാണ്. കണ്ടോ, ഇങ്ങനെ ഓരോ ഒബ്ജക്റ്റിൻ്റെ സ്ഥലം മാറ്റുന്നതനുസരിച്ച് ആ ഇമേജ്, റിയൽ ഇമേജിൻ്റെ പൊസിഷൻ മാറുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ക്ലിയർ ആകുന്നുണ്ടല്ലോ അല്ലേ. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു ഒബ്ജക്റ്റ് മാറ്റിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറ്റുന്നൊരു ഒബ്ജക്റ്റ് കാണിച്ചു തരാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒന്ന് നോക്കടാ. ഇവിടെ ഞാൻ ഒബ്ജക്റ്റ് മാറ്റിയിട്ട് ഒരു പെൻസിൽ വെക്കുകയാണ്. കുറച്ചുകൂടി ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു പെൻസിലിൻ്റെ ഒരു ഒബ്ജക്റ്റ് വെക്കുകയാണ്, മനസ്സിലാവും കുറച്ചുകൂടി കാണാനൊരിതിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്തു, ഒബ്ജക്റ്റ് ഞാൻ എന്ത് ചെയ്തു, 2Fൽ വെച്ചു. 2Fൽ ചേർന്ന ഈ യെല്ലോൻ്റെ മുകളിൽ വെക്കുക അല്ലേ. 2Fൽ വെച്ചു. എവിടെയാടാ ഇമേജ് കിട്ടിയത്? അടുത്ത യെല്ലോൻ്റെ മുകളിലല്ലേ ഇമേജ് കിട്ടിയത് അല്ലേ. നോക്കൂ നിങ്ങൾ, അടുത്ത 2Fലല്ലേ ഇപ്പോൾ കിട്ടിയത്. ഇനി അടുത്തത് ഈ ഒബ്ജക്റ്റിന് ഞാൻ എന്ത് ചെയ്തു, ബിയോണ്ട് 2F വെച്ചു. 2Fന് മുന്നിൽ വെച്ചു. അപ്പോൾ എവിടെയാണ് ഒബ്ജക്റ്റ്, ഇമേജ് എവിടെയാണ് കിട്ടുന്നത് നോക്കണേ. രണ്ടാമത് നിങ്ങൾ ഇമേജ് നോക്കിയത് റൈറ്റ് സൈഡിലാണ് റിയൽ എന്ന് എഴുതി നോക്കിയാൽ മതി. കണ്ടോ, ഒബ്ജക്റ്റ് 2Fൻ്റെ മുന്നിൽ വെച്ചപ്പോൾ ഇമേജ് എവിടെ കിട്ടി? ഇമേജ് എഫിൻ്റെയും 2Fൻ്റെയും ഇടയിൽ കിട്ടി. കണ്ടോ, അതേപോലെ ഒബ്ജക്റ്റ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, വസ്തുവിനെ ഞാൻ 2Fൻ്റെ മുകളിൽ വെച്ചു. ഇമേജ് എവിടെയാണ് കിട്ടിയിട്ടുണ്ടാവുക? നിങ്ങൾ പറഞ്ഞേ. 2Fൻ്റെ മുകളിലാണ് ഇമേജ് കിട്ടുന്നത്. 2Fൻ്റെ മുകളിലാണ് എന്ത് വരിക, ഇമേജ് വരിക. ഓക്കെ ആണല്ലോ, 2Fൽ വെച്ചപ്പോൾ. ഇനി എന്ത് ചെയ്തു, എഫിൻ്റെയും 2Fൻ്റെ ഇടയിൽ വെച്ചു. പെൻസിൽ എടുത്തിട്ട് എഫിൻ്റെയും 2Fൻ്റെ ഇടയിൽ വെച്ചു. ഇതിൽ കാണാൻ പറ്റുന്നുണ്ടാവില്ല, നോക്കൂ. എവിടെ വെച്ചു, എഫിൻ്റെയും 2Fൻ്റെ ഇടയിൽ വെച്ചപ്പോൾ കണ്ടോ, ഇമേജ് എവിടെയാ, ബിയോണ്ട് 2F. നിങ്ങൾക്ക് ഈ ഇമേജ് മനസ്സിലാവില്ലെങ്കിൽ നമുക്ക് ആരോ മാർക്ക് തന്നെ എടുക്കാം. ആരോ മാർക്ക് എടുത്തിട്ട് എഫിൻ്റെയും 2Fൻ്റെ ഇടയിൽ വെച്ചു. നമ്മൾ പഠിച്ച അതേ സാധനം, എഫിൻ്റെയും 2Fൻ്റെയും ഇടയിൽ. അപ്പോൾ കണ്ടോ, 2Fൻ്റെ ബാക്കിലല്ലേ ഇമേജ് കിട്ടിയത്. ആ ഇമേജ് തലകുത്തനെയാണ്, സോ റിയൽ ആണ്. അതേപോലെ എന്താണ്, ഇൻവേർട്ടഡ് ആണ്. അതുപോലെ ഒബ്ജക്റ്റിനേക്കാൾ ഭയങ്കര വലുതാണ്. അടുത്തെന്ത് ചെയ്തു, ഒബ്ജക്റ്റ് എടുത്തിട്ട് എഫിൽ വെച്ചു. കോൺവെക്സിൻ്റെ എഫിലല്ലേ നമ്മൾ ഒബ്ജക്റ്റ് വെച്ച് പഠിച്ചത്, ഓർമ്മ ഉണ്ടോ? കണ്ടോ, അപ്പോൾ നമുക്കിവിടെ കണ്ടോ ഈ സ്ക്രീനിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല. കാരണം എന്താ, അറ്റ് ഇൻഫിനിറ്റിയിലല്ലേ ഒബ്ജക്റ്റ് ഉണ്ടാവുക. ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റിയിലാണ്. അടുത്തത് എന്താണ്, ഇനി നോക്കിക്കോ, ഒബ്ജക്റ്റ് എടുത്തിട്ട് എഫിൻ്റെയും ഒപ്റ്റിക് സെൻറ്ററിൻ്റെയും ഇടയിൽ വെച്ചു. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് എവിടെയാ ഇമേജ് കിട്ടിയത്, ബിഹൈൻഡ് ദ ഒബ്ജക്റ്റ്. പഠിച്ചതല്ലേ, എഫിൻ്റെയും ലെൻസിൻ്റെയും ഇടയിൽ അല്ലെങ്കിൽ ഒപ്റ്റിക് സെൻറ്ററിൻ്റെയും എഫിൻ്റെ ഇടയിൽ വെച്ചാൽ ഇമേജ് എവിടെയാണ് കിട്ടുക, ബിഹൈൻഡ് ദ ലെൻസ് ആണ്. അതിൻ്റെ പ്രത്യേകത എന്താ, അത് ഇറക്റ്റ് ആണ്. കണ്ടോ, ലെഫ്റ്റ് സൈഡിലാണ് വിർച്വൽ ഇമേജ് ഇവിടെ എഴുതിയിട്ടുണ്ട്, നോക്ക്. കണ്ടോ, വിർച്വൽ ഇമേജ് ആണ്, വിർച്വൽ ആണ്, അതുപോലെ ഇറക്റ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? കാര്യങ്ങൾ കുറച്ചും കൂടി ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ. അതേപോലെ നമുക്കിതാ മാറ്റി വേറെ വെക്കാം. നോക്കൂ, പെൻസിൽ ആയിക്കോട്ടെ, ഒരു ഒബ്ജക്റ്റ് പെൻസിലാണ്. ആ പെൻസിൽ എടുത്തിട്ട് ഞാൻ കണ്ടോ നേരെ എഫിൻ്റെയും 2Fൻ്റെയും ഇടയിൽ വെച്ചപ്പോൾ എനിക്ക് ഇമേജ് കിട്ടി. എവിടെ, ബിഹൈൻഡ് ദ ലെൻസ്, ബിഹൈൻഡ് ദ ഒബ്ജക്റ്റ്. പക്ഷേ ഒബ്ജക്റ്റിനേക്കാൾ വളരെ വലുതല്ലേ. ഇതാണ് സാറ് ലാസ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്തത്, നിങ്ങളെ ചിത്രം വരച്ചിട്ട് കാണിച്ചത്. ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.
ഓക്കെ അല്ലടാ? അങ്ങനെയാണെങ്കിൽ കോൺവെക്സ് ലെൻസിൻ്റെ ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മൾ അടുത്തത് പഠിക്കുന്നു ഇമേജ് ഫോർമേഷൻ ബൈ കോൺകേവ് ലെൻസ്. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, നേരത്തെ കാണിച്ചത് ലാസ്റ്റ് ക്ലാസ്സിന് ഡെമോ ആയിട്ട് കണക്കാക്കിയാൽ മതി. അത് നിങ്ങൾക്കൊരു പ്രാക്ടീസ് പോലെ ചെയ്ത് ഇങ്ങനെ നോക്കാം. ഓരോ പോയിന്റിൽ ഇങ്ങനെ ഒബ്ജക്റ്റിനെ മാറ്റി മാറ്റി വെക്കുക. അപ്പോൾ ഓരോ പോയിന്റിൽ ഇമേജ് കിട്ടും. ഓക്കെ അല്ലേ? ചെയ്ത് പഠിക്കാൻ ഒരു പ്രാക്ടിക്കൽ സൈറ്റാണത്. ഓക്കെ, ഇമേജ് ഫോർമേഷൻ ബൈ എ കോൺകേവ് ലെൻസ്. മറക്കണ്ട, കോൺകേവ് ലെൻസിൻ്റെതാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്, മാറിപ്പോരുത്. നമ്മൾ കോൺവെക്സ് ലെൻസിൽ പഠിച്ച 3 ലോ ഇവിടെയുമുണ്ട്. ചെറിയ വ്യത്യാസമുണ്ട്. കാരണം ഇത് ഏത് ലെൻസാണ്? ഇത് കോൺകേവ് ലെൻസാണ്. കോൺകേവ് ലെൻസിലേക്ക് വരുന്ന ലൈറ്റിനെ അത് ഒരു പോയിന്റിലേക്ക് എന്ത് ചെയ്യില്ല? കൺവേർജ് ചെയ്യില്ല. പകരം അത് ആ പോയിന്റും തട്ടിത്തെറിപ്പിക്കുകയാണ് ചെയ്യുക, ഡൈവേർജ് ചെയ്യുകയാണ്. നമ്മൾ ഫസ്റ്റ് പഠിച്ചതല്ലേ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺകേവ് ആൻഡ് കോൺവെക്സ് ലെൻസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാ. കോൺകേവ് ലെൻസ് ഡൈവേർജ് ചെയ്യും, കോൺവെക്സ് ലെൻസ് ആണെങ്കിലാണ് ഒരു പോയിന്റിലോട്ട് കൺവേർജ് ചെയ്യുക എന്ന് നമ്മൾ പഠിച്ചതല്ലേ. അങ്ങനെയാണ് നോക്കടാ. ഫസ്റ്റ് റൂള് പഠിച്ചു വെച്ചോ. പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റ് റേസിനെ ലെൻസ് റിഫ്രാക്ഷൻ ചെയ്തിട്ട് എങ്ങോട്ടോ തട്ടിത്തെറിപ്പിക്കും. അപ്പൊ അതുകൊണ്ടാണ് അതിന് വലതു ഭാഗത്തേക്ക് അത് ഫോക്കസ് ചെയ്യില്ല. അതുകൊണ്ടാണ് അതിന് എന്തില്ലാത്തത്? കോൺകേവ് ലെൻസിന് റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തില്ല? ഫോക്കസ് പോയിന്റ് ഇല്ല എന്നൊക്കെ നമ്മൾ പഠിച്ചതാ. അപ്പൊ ആ ലൈന് നമ്മൾ എന്ത് ചെയ്യും? തട്ടിത്തെറിപ്പിക്കുന്ന ലൈന് നമ്മൾ ബാക്കോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യും. ഫസ്റ്റ് ക്ലാസ് പഠിച്ചതല്ലേ? അപ്പോൾ ബാക്കോട്ട് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബാക്കിൽ ഫോക്കസ് പോയിന്റ് കൂടെ കടന്നു പോകുന്ന കാണും. ആ പോയിന്റ് അല്ലേ ഫോക്കസ് പോയിന്റ്? അപ്പോൾ എന്താ? പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേസ് തട്ടിത്തെറിച്ചു പോകും. പക്ഷെ അത് എന്ത് ചെയ്യണം? നമ്മൾ ബാക്കോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യണം. അതേപോലെ ഇവിടെയും പഠിച്ചു വെച്ചോ. ഫോക്കസിലൂടെ ഈ രണ്ടാമത്തെ റൂള് നമുക്ക് ആവശ്യമില്ല, അത് നിങ്ങൾ പഠിക്കേണ്ട. മൂന്നാമത്തെ റൂള് മതി. കാരണം 1ഉം 3ഉം വെച്ചല്ലേ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നേ. ഓക്കെ അല്ലേ? എന്താണ് നോക്കടാ? ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകുന്ന ലൈൻ. അത് ഏത് ലെൻസ് ആണെങ്കിലും ഈ റൂള് സുഖമാണ് പഠിക്കാൻ. കോൺവെക്സ് ആയിക്കോട്ടെ കോൺകേവ് ആയിക്കോട്ടെ ഏത് ആണെങ്കിലും ഓപ്റ്റിക് സെന്ററിലൂടെ ഒരു ലൈറ്റ് കടന്നു പോയാൽ അതിന് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം സംഭവിക്കാതെ അത് ബെൻഡ് ആവാതെ നേരെ കടന്നു പോകും. അപ്പോൾ മൂന്നാമത്തെ റൂളും ഒന്നാമത്തെ റൂളും വെച്ചിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കുക, ചിത്രം വരയ്ക്കുക. സോ അങ്ങനെയാണെങ്കിൽ 2 ഫിഗർ, ആ 2 ഫിഗർ മാത്രമേ ഇന്ന് പഠിക്കാനുള്ളൂ. പെട്ടെന്ന് നോക്ക്, എന്താണ് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് 2x. കണ്ടോ റേ ഡയഗ്രാം. അപ്പോൾ റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ക്വസ്റ്റ്യൻ നോക്കണേ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഡ്രോ ദ റേ ഡയഗ്രാം ഓഫ് കോൺവെക്സ് ആണോ കോൺകേവ് ആണോ പരീക്ഷയ്ക്ക് ചോദിച്ചത് നോക്കണം. ചാടിക്കയറി റേ ഡയഗ്രാം എന്ന് കാണുമ്പോൾ കോൺവെക്സ് എടുത്ത് വരച്ച് കളയരുത്. റേ ഡയഗ്രാം കാണുമ്പോൾ അതിൻ്റെ രേഖാചിത്രം എന്ന് ക്വസ്റ്റ്യനിൽ കണ്ടാൽ ഇത് ഉറപ്പാണ് 100% മിക്കവാറും ഈ ഓണപരീക്ഷയ്ക്ക് വരാൻ പബ്ലിക് എക്സാമിന് എന്തായാലും വരും. ഓണപരീക്ഷയ്ക്കും ഉറപ്പായിട്ട് ചോദിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ റേ ഡയഗ്രാം അഥവാ രേഖാചിത്രം വരയ്ക്കാൻ പറയുമ്പോൾ ക്വസ്റ്റ്യൻ നോക്കണം. എന്താ? കോൺവെക്സ് ലെൻസിലൂടെ, അതായത് വസ്തു 2F വെക്കുമ്പോഴുള്ള കോൺവെക്സ് ലെൻസിൻ്റെ രേഖാചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ കോൺവെക്സ് വെച്ച് വരയ്ക്കുക. Draw the ray diagram of concave lens when the object is between F and 2F എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ എഫിൻ്റെയും 2Fൻ്റെ ഇടയിൽ വസ്തു വെക്കുമ്പോഴുള്ള കോൺകേവ് ലെൻസിൻ്റെ രേഖാചിത്രം വരയ്ക്കുമ്പോൾ നിങ്ങൾ വരയ്ക്കേണ്ടത് കോൺകേവ് ആണ്. കോൺവെക്സ് എടുത്ത് വരയ്ക്കരുത്, തെറ്റിക്കരുത്. കോൺകേവിൽ 2 ഫിഗറേ ഉള്ളൂ. ഒന്ന് എഫിൻ്റെയും 2Fൻ്റെയും ഇടയിൽ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ, എഫിൻ്റെയും 2Fൻ്റെയും ഇടയിൽ വസ്തു വെക്കുമ്പോൾ ഉള്ളത്. രണ്ടാമത്തത് എഫിൻ്റെയും ലെൻസിൻ്റെയും ഇടയിൽ വസ്തു വെക്കുമ്പോൾ ഉള്ളത്. ഈ 2 ഫിഗർ പഠിച്ചാൽ മതി. നോക്കടാ, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. കോൺകേവ് ലെൻസ് ഓർത്ത് വെക്കാൻ എളുപ്പത്തിന് ഓർത്തോ. കോൺകേവ് ലെൻസ് ആണെങ്കിൽ അതിനകത്തുണ്ടാകുന്ന ഇമേജിൻ്റെ സവിശേഷതകൾ, അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് എന്തായിരിക്കും? എവിടെ ഇമേജ് ഒബ്ജക്റ്റ് വെച്ചാലും ഉണ്ടാവുന്ന ഇമേജിൻ്റെ പ്രത്യേകതകൾ സെയിം ആയിരിക്കും. ഈ സ്ഥലം മാത്രമേ മാറൂ. ഓക്കെ അല്ലേ? വസ്തു എവിടെ വെച്ചാലും, കോൺകേവ് ലെൻസ് ആണോ അതിൻ്റെ ഒബ്ജക്റ്റ് എവിടെ നിങ്ങൾ വെച്ചാലും, 2F വെച്ചാലും 2Fൻ്റെ ബിയോണ്ട് 2F വെച്ചാലും 2Fൻ്റെ എഫിൻ്റെ ഇടയിൽ വെച്ചാലും അറ്റ് F വെച്ചാലും അങ്ങനെ എവിടെ വെച്ചാലും ഉണ്ടാവാൻ പോകുന്ന ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ എന്തായിരിക്കും? ഒരേപോലെ ആയിരിക്കും, മാറൂല. സ്ഥലം മാത്രമേ മാറൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കടാ, എവിടെ ഒബ്ജക്റ്റ് വെക്കുന്നത്? ഒബ്ജക്റ്റ് ഈസ് അറ്റ് അറ്റ് എവിടെയാണ്? ഇൻ ബിറ്റ്വീൻ എഫ് ആൻഡ് 2F. ഫോക്കസ് ദൂരത്ത്, ഫോക്കസിൻ്റെയും 2Fൻ്റെയും വക്രതാ കേന്ദ്രത്തിൻ്റെയും ഇടയിലാണ് ഒബ്ജക്റ്റ് ഉള്ളത്. അങ്ങനെ വെച്ചു. ഫസ്റ്റ് റൂൾ എന്താ? പാരലായിട്ട് ലൈറ്റ് റേ വരിക. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് പാരലായിട്ട് വരയ്ക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ പാരലായിട്ട് വരച്ചോളൂ. ഞാൻ എന്താ പാരലായിട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, ദാ ഒബ്ജക്റ്റിൻ്റെ ഹെഡിൽ നിന്ന് നേരെ പാരലായിട്ട് ലൈൻ വരയ്ക്കുക.
ആ ലൈൻ എന്തായി? ലെൻസ് എത്തുന്ന സമയത്ത് ഇത് കോൺകേവ് ആണ്, കോൺവെക്സ് അല്ല. കോൺവെക്സ് ആണ്, ഫോക്കസ് കൂടെ കടത്തി വിടണം. കോൺകേവ് ആണ്, നേരെ പുറത്തേക്ക് തട്ടിത്തെറിപ്പിക്കണം, ഡൈവേർജ് ചെയ്യണം. ഓക്കെ, അതേപോലെ ഒപ്റ്റിക് സെൻറ്ററിലൂടെ ലൈൻ വരയ്ക്കുക. അത് പിന്നെ തട്ടിത്തെറിപ്പിക്കാൻ നിൽക്കരുത്. അതൊന്നും സംഭവിക്കാതെ നേരെ സ്കെയിൽ വെച്ച് താഴോട്ട് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ആദ്യം വരച്ച ലൈനിലെ ഏത് ഫോക്കസ് പോയിന്റ് കൂടെ പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ഇത് ഉണ്ടോ? പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന സാധനം ഞാൻ ഹൈലൈറ്റ് ചെയ്ത് തരാം. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന ഈ ലൈൻ, ഈ മഞ്ഞുകൊണ്ട് മാർക്ക് ചെയ്ത് ഈ ലൈൻ ഇങ്ങനെ വന്ന് ഇത് നേരെ മുകളിലോട്ട് തട്ടിത്തെറിച്ച് പോയതല്ലേ? അങ്ങനെ പോകുന്ന ആ സാധനത്തിന് എന്ത് ചെയ്യുക? നേരെ ബാക്കോട്ടേക്ക് ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നോക്ക്. കണ്ട, ഇങ്ങനെ ബാക്കോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇത് നമ്മളുടെ രണ്ടാമത്തെ പ്രിൻസിപ്പൽ ആക്സിസ് കൂടെ ഒപ്റ്റിക് സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ആ ലൈനും ഇത് ബാക്കോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഈ ലൈനും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടിമുട്ടുന്നുണ്ട്. കാണുന്നുണ്ടോ നിങ്ങൾ ഫിഗറിനകത്ത്? ഇതാ ഇവിടെ അതാണ് നമ്മളുടെ ഇമേജ് ഉണ്ടാവുന്ന സ്ഥലം. അപ്പോൾ ആ ഇമേജ് നിങ്ങൾ പ്രിൻസിപ്പൽ ആക്സിന് മുകളിലോട്ട് വരച്ചാൽ എന്താ ഉണ്ടാവുക? ലെൻസിൻ്റെ ബാക്കിലല്ലേ? ഒബ്ജക്റ്റ് വെച്ച അതേ സ്ഥലത്തല്ലേ? ഒബ്ജക്റ്റ് വെച്ച അതേ സ്ഥലത്ത് ഇമേജ് ഫോം ചെയ്താൽ ആ ഇമേജ് എന്തായിരിക്കില്ല? റിയൽ ആയിരിക്കില്ല, യഥാർത്ഥമായിരിക്കില്ല. പകരം അതെന്തായിരിക്കും? വിർച്വൽ ആയിരിക്കും, അഥവാ മിഥ്യാ പ്രതിബിംബമായിരിക്കും. പഠിച്ചതല്ലേ? ഓക്കെ, പിന്നെ ഇനി പ്രത്യേകത പറഞ്ഞോ? ഒബ്ജക്റ്റ് ഇതല്ലടാ, OB. ഇതാ അവിടെ എഴുതിയിട്ടുണ്ട് ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ OB. ഇത് OB. ഇവിടെ ഇമേജ് ഉണ്ട്. OBനേക്കാൾ വളരെ ചെറുതല്ലേ? അപ്പം നമുക്ക് ക്യാരക്ടേഴ്സ് പറയാലോ, സ്മോൾ ആണ്, അല്ലെങ്കിൽ ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞാലും മതി. താഴെ നോക്ക്, പൊസിഷൻ ഓഫ് ദ ഇമേജ് ഇൻ ബിറ്റ്വീൻ എഫ് ആൻഡ് ഒപ്റ്റിക്കൽ സെന്റർ, അല്ലെങ്കിൽ ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മതി. അതാണ് ഹൈലൈറ്റ് ചെയ്തത് സാറ്. ഇനി നേച്ചർ ഓഫ് ദ ഇമേജ്. ഇമേജിന്റെ പ്രത്യേകത എന്തൊക്കെയാ? നേച്ചർ എന്ന് പറഞ്ഞാലും ക്യാരക്ടർ സ്കെച്ച് തന്നെയാണ് കേട്ടോ. സവിശേഷതകളാണ്. വിർച്വൽ ആണ്, അതുകൊണ്ട് തന്നെ ഇറക്റ്റ് ആണ്, മിഥ്യയും നേരെയുള്ളതുമാണ്. അതുപോലെ സൈസ് എന്താ? ഡിമിനിഷ്ഡ്, വസ്തുവിനേക്കാൾ ചെറുതാണ്. പഠിച്ചില്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ഫിഗറിലേക്ക് പോകുന്നു. കോൺകേവ് ലെൻസിന്റെ റേ ഡയഗ്രാം. വസ്തു എവിടെ വെക്കുമ്പോൾ? ദ റേ ഡയഗ്രാം ഓഫ് കോൺകേവ് ലെൻസ് വെൻ ഒബ്ജക്റ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ്. വസ്തു എഫിൻ്റെയും ലെൻസിൻ്റെയും ഇടയിലുള്ളപ്പോൾ കോൺകേവ് ലെൻസിൻ്റെ രേഖാചിത്രമാണ് ഇവിടെ രണ്ടാമതായിട്ട് കൊടുത്തിട്ടുള്ളത്. വസ്തു എവിടെയാണ് വെച്ചത്? എഫിൻ്റെ ലെൻസിൻ്റെ ഇടയിലല്ലേ? ദാ ഇത് എഫ് ആണ്, മറന്നു പോണ്ട. ഇത് ഒപ്റ്റിക് സെൻറ്റർ O ആണ്. ഈ ആദ്യം വെച്ചിരിക്കുന്ന ഇതാണ് ഒബ്ജക്റ്റ് OB. വലിയ ആരോ മാർക്ക്, മാറിപ്പോരുത്. അതിനുള്ളിലുള്ള ചെറിയ ആരോ മാർക്കാണ് എന്ത്? ഇമേജ്. നേരത്തെ മാറി തന്നെ എന്താ? ഒബ്ജക്റ്റിൻ്റെ ഹെഡിന്ന് പാരലായിട്ട് ലെൻസിലേക്ക് വരയ്ക്കുക. അത് തട്ടിത്തെറിച്ച് മുകളിലോട്ട് പോകണം. അത് നേരെ ബാക്കോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ഫോക്കസിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു. ഓക്കെ ആണോ? ഞാനൊരു കളർ ചേഞ്ച് ചെയ്ത് തരാം, അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. നമുക്ക് ഗ്രീൻ എടുക്കാം. ഓക്കെ ആണോ? അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാം, അതൊക്കെ കുറച്ചുകൂടി നന്നാവാം. ഓക്കെ, അപ്പോൾ എന്താ? ഹെഡിന്ന് വന്നു, ലൈറ്റ് പോയി, ആ യെല്ലോ പോയി, നേരെ തട്ടിത്തെറിച്ച് പോയി. പക്ഷെ അത് എങ്ങോട്ട് പോയി? ബാക്കോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്തു. ഓക്കെ അല്ലേ? പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അത് ഫോക്കസ് കൂടെ പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അടുത്ത ലൈൻ ഏതാ? ഒപ്റ്റിക് സെൻറ്ററിനകത്ത് കൂടെ കടന്നു പോകുന്ന ആ ലൈൻ. അത് അങ്ങനെ തന്നെ പോകും. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഇവിടെ കിട്ടിക്കാണല്ലോ. കിട്ടിയില്ലേ? ആ പോയിന്റിലല്ലേ നമ്മളുടെ ഇമേജ് ഫോം ചെയ്യുക? ആണല്ലോ. ഇതാണ് നമ്മളുടെ ഇമേജ്. ഇതാ ഈ വരച്ചിരിക്കുന്നതാണ് നമ്മളുടെ ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ ഇമേജ് കിട്ടി. ഇതാണ് ഇമേജ്. IM ഇതാണ് ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ആ ഇമേജിൻ്റെ പ്രത്യേകത നോക്കടാ. നേരത്തെ പറഞ്ഞ അതേ പ്രത്യേകതകളല്ലേ? അതാ ഞാൻ പറഞ്ഞത്. ഒബ്ജക്റ്റ് എവിടെ വെച്ചാലും കോൺകേവ് ലെൻസിൽ ഉണ്ടാകുന്ന ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്, നാച്ചുർ, സവിശേഷതകൾ എന്താ? സെയിം ആണ്. എന്തൊക്കെയാ? വിർച്വൽ ആണ്, മിഥ്യയാണ്. കിട്ടിയല്ലോ? വിർച്വൽ ആണ്. അതുപോലെ ഇറക്റ്റ് ആണ്, മിഥ്യയും നേരെയുള്ളതുമാണ്. ഡിമിനിഷ്ഡ് ആണ്, വസ്തുവിനേക്കാൾ ചെറുതാ. ഇതെല്ലാം നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച് നോക്കിയിട്ടുണ്ടോ? രണ്ട് സ്ലൈഡിലും സെയിം അല്ലേ? അതാ ഞാൻ പറഞ്ഞു. പക്ഷേ പൊസിഷൻ മാറും കേട്ടോ. ഓക്കെ അല്ല? പൊസിഷൻ മാറി പഠിക്കണേ. ഇവിടെ പക്ഷേ പൊസിഷനും മാറിയിട്ടില്ല. രണ്ട് ഫിഗറിലും പൊസിഷൻ സെയിം ആണ്. ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ മാത്രമേ മാറ്റുന്നുള്ളൂ. ഇമേജ് കിട്ടുന്ന സ്ഥലം ഉണ്ടാവും. ഒബ്ജക്റ്റ് ഫസ്റ്റിൽ F-ൻ്റെ 2F-ൻ്റെ ഇടയിൽ വെച്ചു, ഇവിടെ F-ൻ്റെ ലെൻസിൻ്റെ ഇടയിൽ വെച്ചു. പക്ഷേ F-ൻ്റെ 2F-ൻ്റെ ഇടയിൽ വെച്ചപ്പോഴും ഇമേജ് ലെൻസിൻ്റെ F-ൻ്റെ ഇടയിലാണ് കിട്ടിയത് അല്ലെ? പ്രതിബിംബം F-ൻ്റെയും ഒപ്റ്റിക് സെൻറ്ററിൻ്റെയും ഇടയിലാണ് കിട്ടിയത്. അതേപോലെ എന്താ? വസ്തു F-ൻ്റെ ലെൻസിൻ്റെ ഇടയിൽ വെച്ചപ്പോഴും ഇമേജ് കിട്ടിയത് അവിടെ തന്നെയാണ്. ഓക്കെ അല്ലടാ? രണ്ട് ഫിഗർ ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ടേബിൾ കണ്ടോ? കേസ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പഠിച്ച ഈ ഫിഗർ. ഓക്കെ ആണല്ലോ? കേസ് 2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഫിഗർ. ഓക്കെ അല്ല? ഇത് കേസ് 1 എന്ന് പറഞ്ഞാൽ F-ൻ്റെ 2F-ൻ്റെ ഇടയിൽ വെച്ചത്. കേസ് 2 എന്ന് പറഞ്ഞാൽ F-ൻ്റെ ലെൻസിൻ്റെയും ഇടയിൽ വെച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് വെച്ച് പഠിക്കുക. സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ ടേബിൾ കാണാതെ പഠിക്കേണ്ട കാര്യമുണ്ടോ?
ഇല്ല. കാരണം എന്താ, ഈ ടേബിൾ നമുക്ക് ചിത്രത്തിലൂടെ കിട്ടും. പക്ഷേ ഈ ടേബിൾ നിങ്ങൾ ആദ്യം കാണിച്ച ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ച ടേബിളും ഈ ടേബിളും നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ സ്കെയിലും പെൻസിലൊക്കെ വെച്ച് പരീക്ഷയ്ക്ക് വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ചില മിസ്റ്റേക്കുകൾ കാരണമൊക്കെ നിങ്ങൾക്ക് ശരിക്കും കിട്ടേണ്ട ഇമേജ് കിട്ടേണ്ട സ്ഥലത്തായിരിക്കൂല ഇമേജ് കിട്ടുക. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ കോൺകേവ് ലെൻസിൻ്റെ കേസിൽ 2F വെച്ചാൽ എവിടെ ഇമേജ് കിട്ടും? ലാസ്റ്റ് വീഡിയോ പഠിച്ചല്ലേ, 2F കോൺകേവ് അല്ല കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ 2F ഒബ്ജക്റ്റ് വെച്ചാൽ ഇമേജ് 2F കിട്ടും അല്ലേ. അപ്പം നിങ്ങൾ പരീക്ഷയ്ക്ക് 2F വെച്ച് ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ ചിത്രം വരച്ച് കിട്ടിയ ചിത്രത്തിൽ ഇമേജ് എവിടെ വരണം? 2F വരണം. അങ്ങനെ ഇമേജ് 2F വന്നില്ലെങ്കിൽ നിങ്ങളുടെ റേ ഡയഗ്രാം തെറ്റാണെന്ന് അവർ ഫുൾ മാർക്ക് പോകും. ഒരു മാർക്കും അതിന് കിട്ടൂല. അതുകൊണ്ട് റേ ഡയഗ്രാം 7 എണ്ണവും വരച്ച് തന്നെ പഠിക്കണം. പക്ഷെ എങ്ങനെയൊക്കെ വരച്ച് പഠിച്ചാലും ചിലപ്പോൾ നമ്മളെ സ്കെയിലും പെൻസിലൊക്കെ പ്രശ്നങ്ങൾ കാരണമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ നിങ്ങൾ ലെൻസ് വരയ്ക്കുന്ന മിസ്റ്റേക്ക് കൊണ്ടൊക്കെ ചില സമയത്ത് റേ ഡയഗ്രാം കറക്റ്റ് ആവില്ല. അപ്പോൾ അതിന് നിങ്ങളെ അപ്പോൾ ആ സമയത്ത് ഹെൽപ്പ് ചെയ്യുക ആരാണ്? ഈ ടേബിളാണ്. അതായത് അറ്റ്ലീസ്റ്റ് ഈ ഫീച്ചേഴ്സ് ഒന്നും പഠിച്ചില്ലെങ്കിലും ഒബ്ജക്റ്റ് എവിടെ വെച്ചാൽ ഇമേജ് എവിടെ കിട്ടുമെന്ന് കാണാതെ പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? ഒബ്ജക്റ്റ് എവിടെ വെച്ചാൽ ഇമേജ് എവിടെ കിട്ടുന്ന എന്തെങ്കിലും എന്ത് ചെയ്യുക, കാണാതെ പഠിച്ചു വെക്കുക. എന്നാൽ നിങ്ങൾ വരച്ച ഫിഗർ റേ ഡയഗ്രാം ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാവും. ഇപ്പോൾ ഒന്ന് ലാസ്റ്റ് ക്ലാസ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയാൽ, സ്ലൈഡ് ഞാൻ കാണിക്കുന്നില്ല, പറയുന്നത് കേട്ടാൽ മതി. ഒബ്ജക്റ്റ് 2F വെച്ചാൽ ഇമേജ് 2F, ഒബ്ജക്റ്റ് Fൻ്റെയും 2Fൻ്റെ ഇടയിൽ വെച്ചാൽ ഇമേജ് ബിയോണ്ട് 2F, ഒബ്ജക്റ്റ് F വെച്ചാൽ ഇമേജ് ഇൻഫിനിറ്റിയിൽ. ക്ലിയർ അല്ല? ലാസ്റ്റ് ക്ലാസ് ഞാൻ പറഞ്ഞിരുന്നു ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റ് വെച്ചാൽ അപ്പോൾ എവിടെ ഇമേജ് കിട്ടുക? ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റ് വെച്ചാൽ ഇമേജ് ഫോക്കസ് പോയിന്റിലാണ് കിട്ടുക. F ഒബ്ജക്റ്റ് വെച്ചാൽ ഇമേജ് ഇൻഫിനിറ്റി കിട്ടും. നേരെ തിരിച്ചു പഠിക്കുക. അപ്പോൾ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ വെച്ചാൽ ഇമേജ് Fൻ്റെ മുകളിൽ ഫോക്കസിൻ്റെ മുകളിൽ കിട്ടും. ക്ലിയർ അല്ലേ? ഇനി Fൻ്റെ ലെൻസിൻ്റെ ഇടയിൽ ഒബ്ജക്റ്റ് വെച്ചാൽ ഓൺ ദ സെയിം സൈഡ് അല്ലെങ്കിൽ ബിഹൈൻഡ് ദ ഒബ്ജക്റ്റ് കിട്ടും. ഇങ്ങനെ ഈ പറഞ്ഞ സാധനം മാത്രം ആ ടേബിൾ വെച്ച് പഠിക്കുക. പിന്നെ മറ്റേത് ഇത് നിങ്ങൾ ചിത്രം വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാവും റിയൽ ആണോ, ഇൻവേർട്ടഡ് ആണോ, അല്ലെങ്കിൽ ഇറക്റ്റ് ആണോ, വിർച്വൽ ആണോ, സൈസ് കൂടുതലാണോ, സെയിം സൈസ് ആണോ, സൈസ് കുറവാണോ എന്നൊക്കെ നമുക്ക് അത് നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ മിനിമം എന്ത് ചെയ്യുക, ഒബ്ജക്റ്റ് എവിടെ വെച്ചാൽ എവിടെ ഇമേജ് കിട്ടും, എവിടെ പ്രതിബിംബം കിട്ടും, ദ പൊസിഷൻ ഓഫ് ദ ഇമേജും പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റും മാത്രം എന്ത് ചെയ്യുക, ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. മനസ്സിലാക്കി പഠിച്ചാൽ മതി, ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാലും മതി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ കേസ് 1 ഒബ്ജക്റ്റ്, ഇത് കോൺകേവ് ലെൻസ് ആണ്, മാറിപ്പോണ്ടോ. നമ്മൾ കോൺവെക്സ് ലെൻസ് ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്തു, അതാണ് മാറിപ്പോകാതെക്കാനാണ് 2 വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത്. ഇത് കോൺകേവ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്തു? 2ാമത്തെ പാർട്ട് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇത് 3ാമത്തെ പാർട്ടാണ്, അവിടെ കോൺകേവ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ കോൺകേവിനെ കുറിച്ച് പറയുന്നു. ഇത് കോൺകേവിൻ്റെതാണ്, കോൺകേവ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒബ്ജക്റ്റ് Fൻ്റെയും 2Fൻ്റെയും ഇടയിൽ വെച്ചാൽ നമുക്ക് ഇമേജ് എവിടെ കിട്ടും? ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ്. മറന്നു പോണ്ട, കോൺകേവ് ആണെങ്കിൽ ലെൻസിൻ്റെ ബാക്കിൽ മാത്രമേ ഇമേജ് കിട്ടൂ. അതായത് കോൺകേവിൻ്റെ ഇമേജ് എപ്പോഴും ഒബ്ജക്റ്റിൻ്റെ അതേ സൈഡിലായിരിക്കും. അതുകൊണ്ട് തന്നെ കോൺകേവിൽ ഉണ്ടാകുന്ന എല്ലാ ഇമേജും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്ക്രീനിൻ്റെ മുകളിൽ കാണിക്കാൻ പറ്റില്ല. അതായത് കോൺകേവ് ലെൻസിൽ ഉണ്ടാകുന്ന ഇമേജുകളെല്ലാം വിർച്വലാണ്, അഥവാ മിഥ്യാ പ്രതിബിംബങ്ങളാണ് എന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ? അടുത്തത് ഇവന് എന്തെങ്കിലും പറയുന്നില്ല, അത് രണ്ടും സെയിം ആണ്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അടുത്ത കേസ് 2, അതായത് എവിടെ ഒബ്ജക്റ്റ് Fൻ്റെയും ലെൻസിൻ്റെ ഇടയിൽ വെക്കുക അല്ലേ? ഒബ്ജക്റ്റ് Fൻ്റെയും ലെൻസിൻ്റെ ഇടയിൽ വെച്ചാൽ ഇമേജ് എവിടെയാണ് കിട്ടുക? Fൻ്റെയും ലെൻസിൻ്റെ ഇടയിൽ തന്നെ ഓൺ ദ സെയിം സൈഡ്. അത് മറന്നു വരുത് കേട്ടോ, ഏത് സൈഡിലാണെന്ന് പറയണം. കാരണം അപ്പുറ സൈഡിലും ഒബ്ജക്റ്റും ഇല്ലേ, അവൾക്ക് റൈറ്റ് സൈഡിലും ഉണ്ടാവില്ല, ഇവിടെയും ഒരു F ഉണ്ടാവും അല്ലേ? അപ്പോൾ Fൻ്റെ ഇവിടെയാണോ എന്ന് മനസ്സിലായി ഡൗട്ട് വരും. ക്ലിയർ ആണോ? അതുകൊണ്ടാണ് പറയുമ്പോൾ കൃത്യമായിട്ട് പറയാം. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതാണ് മലയാളത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി. വസ്തു Fനും 2Fനും ഇടയിൽ വെക്കുമ്പോൾ ഈ പ്രതിബിംബം Fനും ഒപ്റ്റിക് സെൻറ്ററിൻ്റെയും, അതായത് വസ്തു ഇരിക്കുന്ന അതേ വശത്ത് തന്നെയാണ് പ്രതിബിംബം കിട്ടുക. ഇവിടെയും അതേ സ്ഥലത്ത് തന്നെയാണ് പ്രതിബിംബം കിട്ടുക. ഓക്കെ അല്ലേ? ബാക്കി ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ സാധനവും എല്ലാവരും എന്താണ്, സെയിം ആണ്. ഓക്കെ അല്ലേ? ഇത് രണ്ടും ഇത് ക്യാരക്ടേഴ്സ്, സവിശേഷതകൾ എന്ത് ചെയ്യാം, സെയിം ആണ്. പ്രതിബിംബത്തിൻ്റെ സ്ഥാനം, പ്രതിബിംബത്തിൻ്റെ സ്വഭാവം, പ്രതിബിംബത്തിൻ്റെ വലിപ്പം, ഇതെല്ലാം രണ്ടിൻ്റെതും സെയിം ആണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഒന്നുകൂടി പഠിക്കും. ഈ പാഠത്തിൻ്റെ ലാസ്റ്റ് സെക്ഷനിലേക്ക് നമ്മൾ വരികയാണ്. ഈ പാഠത്തിന് 3 ടൈപ്പ് ചോദ്യമാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരിക.
ഓക്കെ അല്ലേ? ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺകേവ് ലെൻസ് ആൻഡ് കോൺവെക്സ് ലെൻസ്. നമ്മൾ പഠിച്ചതല്ലേ വീഡിയോയിൽ, ഫസ്റ്റ് വീഡിയോയിൽ. ഓരോ വീഡിയോയിലും ഓരോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുകൾ നമ്മൾ പഠിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഓരോ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഈ പാഠത്തിൽ നിന്ന് വരാനുള്ള 3 ക്വസ്റ്റ്യൻസ് 3 വീഡിയോ നിന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും എന്താണ് അതിൻ്റെ ഡിഫറൻസ് പഠിച്ചു. അവിടുന്ന് വരുന്ന 1 മാർക്കിൻ്റെ ചോദ്യമാണ് എന്താണ് ഒപ്റ്റിക് സെൻറ്റർ, എന്താണ് പ്രകാശിക കേന്ദ്രം, എന്താണ് ഒപ്റ്റിക്കൽ ആക്സിസ് അല്ലെ പ്രിൻസിപ്പൽ ആക്സിസ്, അതേപോലെ എന്താണ് വക്രതാ കേന്ദ്രം സെൻറ്റർ ഓഫ് കർവീച്ചർ, എന്താണ് അപ്രിച്ചർ എന്നൊക്കെ പറഞ്ഞ പരീക്ഷയ്ക്ക് ചോദിക്കുക. അല്ലെങ്കിൽ ഫോക്കസ് ലെങ്ത് എന്താണ് ഫോക്കസ് എന്ന് പറയുന്നത്, കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് എന്താ, അതൊക്കെയാണ് ആ ഭാഗത്ത് വരിക. സെക്കൻഡ് വീഡിയോ എന്ന് വരുന്ന ക്വസ്റ്റ്യൻ എന്താ, ഈ ചിത്രം വരയ്ക്കാനേ വരൂ. റേ ഡയഗ്രാം ഓഫ് കോൺവെക്സ് ലെൻസാണ് നമ്മൾ സെക്കൻഡ് വീഡിയോയിൽ പഠിച്ചത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പഠിച്ചത്, റേ ഡയഗ്രാം ഓഫ് കോൺകേവ് ലെൻസാ. വെറും 2 ഫിഗർ, മറ്റേടത്ത് 5 ഫിഗർ, ഇവിടെ വെറും 2 ഫിഗർ, അങ്ങനെ ടോട്ടൽ 7 ഫിഗർ. അതിനകത്ത് 1 ഫിഗർ മസ്റ്റായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ഷുവർ ആണ്, PYQ ആണ്, ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ലെൻസ് വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കും. ലെൻസ് ഇക്വേഷൻ, ഇതൊന്ന് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എവിടെയെങ്കിലും എഴുതി വെക്കുക. 1 മാർക്കിന് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലെൻസ് ഫോർമുല. റൈറ്റ് ദ ലെൻസ് ഇക്വേഷൻ, ലെൻസ് സമവാക്യം, ലെൻസ് ഫോർമുല എന്നൊക്കെ പറഞ്ഞ് പരീക്ഷയ്ക്ക് കാണും. ഒക്കെ ഒന്നാം സാധനം ഇതാണ്. എന്താണ് 1/f is equal to 1/v minus 1/u. ക്ലിയർ അല്ലേ? എന്താണ് 1/f is equal to 1/v minus 1/u. അപ്പോൾ അതിന് ഇപ്പോൾ ചോദ്യം വരും, എന്താണ് സാറേ വി, എന്താണ് സാറേ യു അല്ലേ? എഫ് എന്താന്ന് അറിഞ്ഞൂടെ നിങ്ങൾക്ക്? എഫ് അറിയാം. എന്താ സ്മോൾ എഫ്? ലെൻസിൻ്റെ സെൻറ്ററിൽ നിന്നും അല്ലേ, ലെൻസിൻ്റെ സെൻറ്റർ ഇതാണെന്ന് വിചാരിച്ചോ. ലെൻസിൻ്റെ സെൻറ്ററിൽ നിന്നും ഫോക്കസ് പോയിന്റ് വരെയുള്ള ദൂരത്തിനെയാണ് എന്ത് പറയുക? ഫോക്കൽ ലെങ്ത്, ഫോക്കസ് ദൂരം. അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പലാണ് എന്ത്? സ്മോള് എഫ്. അപ്പോൾ സ്മോൾ എഫ് എന്താ മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഡൗട്ട് വി എന്താണ്, യു എന്താണ് എന്നല്ലേ. സോ അങ്ങനെയാണ് നോക്കാം. വാട്ട് ഈസ് യു, വാട്ട് ഈസ് വി ആൻഡ് വാട്ട് ഈസ് എഫ്, അത് നിങ്ങൾക്കറിയാം. നോക്കടാ, ഈ ഫിഗർ നോക്കിക്കോ. ഇതല്ലേ ലെൻസ് എന്ന് പറയുന്നത്? ആണല്ലോ, ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് ലെൻസ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഏത് ലെൻസ് ആണെങ്കിലും യുവും വിയും എഫ് ഒക്കെ ഉണ്ടാവുമേ. ഇവിടെ ഞാൻ കോൺകേവ് കോൺവെക്സ് ആണ് കാണിച്ചത്, ഇനി കോൺകേവ് ആണെങ്കിലും ഉണ്ടാവും, കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്ക്, ഇതൊരു കോൺവെക്സ് ലെൻസ് അല്ലേ? ആ കോൺവെക്സ് ലെൻസിന്റെ സെന്റർ ഭാഗമല്ലേ ഞാൻ ഈ ഇൻഡു മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്? അത് O ആണെന്ന് അറിയാലോ, ഒപ്റ്റിക് സെന്റർ അല്ലേ, പ്രകാശിക കേന്ദ്രം. ആ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് നിങ്ങൾ ഒബ്ജക്റ്റ് വെക്കൂലേ? ഇവിടെ ലെഫ്റ്റ് സൈഡിലല്ലടാ ഒബ്ജക്റ്റ് വെക്കുക, ലെൻസിന്റെ ബാക്ക് സൈഡിലല്ലേ നമ്മൾ ഇത്രയും ഒബ്ജക്റ്റ് വെച്ചത് അല്ലേ? 2Fന്റെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്, ബിയോണ്ട് 2F, 2Fന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്, അറ്റ് 2F, ഇൻ ബിറ്റ്വീൻ F ആൻഡ് 2F വെച്ചിട്ടുണ്ട്, Fന്റെ മുകളിൽ ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്, Fന്റെയും ലെൻസിന്റെ ഇടയിൽ ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. അങ്ങനെ 5 ഫിഗർ നമ്മൾ ലാസ്റ്റിൽ പഠിച്ചതല്ലേ? ആണോ? അപ്പോൾ അതേപോലെ നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് എന്ത് വെക്കുക? ഒബ്ജക്റ്റ് വെക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലെൻസിന്റെ സെൻറ്ററിൽ നിന്നും, അതൊക്കെ ഒപ്റ്റിക് സെൻറ്റർ ആയിട്ടുള്ള ഓയിൽ നിന്നും ഒബ്ജക്റ്റ് വെച്ചത് എവിടെയാണോ ആ ഒബ്ജക്റ്റ് വരെയുള്ള ദൂരത്തിന് നമ്മൾ ഫിസിക്സിൽ കാണിക്കുന്ന, ഈ ചാപ്റ്ററിൽ കാണിക്കുന്ന ലെറ്റർ ആണെന്ത്? യു. അവിടെ താഴെ ഉണ്ട് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, വസ്തുവിലേക്കുള്ള ദൂരം. എവിടുന്നാന്ന് ആലോചിച്ചാൽ മതി. എവിടുന്നാണ് വസ്തുവിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്? ഒപ്റ്റിക് സെൻറ്റർ എന്ന്. എടാ മക്കളെ മനസ്സിലാക്കിക്കോ, നമ്മൾ ഈ ലെൻസിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് മെഷർ ചെയ്താലും ഓക്കെ അല്ലേ, ഏത് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതും എവിടുന്നാ? ലെൻസിൻ്റെ സെൻറ്ററിൽ നിന്നാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ലെൻസിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒബ്ജക്റ്റ് വെച്ച സ്ഥലം വരെയുള്ള ദൂരത്തിന് വിളിക്കുന്ന പേരാണ് യു, അഥവാ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ വസ്തുവിലേക്കുള്ള ദൂരം. ഓക്കെ ആണോ? അങ്ങനെയാണ് വി പറയാലോ. ഇനി ഇവിടെയാണ് വി അല്ലേ. എഫിൻ്റെയും 2Fൻ്റെ ഇടയിൽ ഒബ്ജക്റ്റ് വെച്ചാൽ നിങ്ങൾക്കറിയാം, എഫിൻ്റെയും 2Fൻ്റെ ഇടയിൽ ഒബ്ജക്റ്റ് വെച്ചാൽ ബിയോണ്ട് 2F കഴിഞ്ഞിട്ടുള്ള ഇമേജ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഒപ്റ്റിക് സെന്റർ, പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും ലെൻസിന്റെ മധ്യഭാഗത്ത് നിന്നും ഇമേജ് എവിടെയാണോ ഫോം ചെയ്തത് അവിടം വരെയുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് വി. ഇമേജ് ഡിസ്റ്റൻസ് അഥവാ പ്രതിബിംബത്തിലേക്കുള്ള ദൂരം. ഓക്കെ അല്ലേ? എഫ് ഞാൻ പറഞ്ഞല്ലോ, എന്താ? ഒപ്റ്റിക് സെന്ററിൽ നിന്നും ഫോക്കസ് പോയിന്റ് വരെയുള്ള ദൂരമാണ് എന്ത്? എഫ് എന്ന് പറയുന്നത്. അപ്പൊ എഫ് എന്താ നോക്കിയല്ലേ?
ആണല്ലോ. എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത്. യു എന്താ നോക്കിയാണല്ലോ. യു എന്ന് പറഞ്ഞാൽ എന്താ, ഒബ്ജക്റ്റ് എവിടെയാണോ ഉള്ളത് അവിടം വരെയുള്ള ദൂരം. എവിടെ നിന്ന്? ഒപ്റ്റിക് സെന്ററിൽ നിന്ന്, പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് വസ്തു വെച്ച സ്ഥലം വരെയുള്ള ദൂരത്തിനെ യു എന്നും, പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഇമേജ് പ്രതിബിംബമുള്ള സ്ഥലം വരെയുള്ള ഡിസ്റ്റൻസ് ദൂരത്തിന് വി എന്നും പറയും. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? 1/f is equal to 1/f എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ എന്നാണ് പറയുക. റെസിപ്രോക്കൽ തല തെച്ച് ചെയ്തൂലേ. അപ്പോൾ എഫ് ആണിത്. ഓക്കെ അല്ലടാ, ഒന്നുകൂടെ. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. ഓക്കെ, എഫ് ആണ് ഇത്. ഇവിടെ കൊടുത്തില്ലേ 1/f എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇത് നോക്ക്, എഫ് ആണിത്. ആ എഫിനെ നമ്മൾ തിരിച്ചിടുക, റെസിപ്രോക്കൽ എടുക്കുക എന്ന് പറയും. അപ്പോഴാണ് 1/f കിട്ടുക. അതായത് ഫോക്കൽ ലെങ്ത് 1/f ഈക്വൽ ടു 1/v മൈനസ് 1/u. ഓക്കെ അല്ലേ. അതിൽ നിന്ന് നമുക്ക് ഈ 3 ഇക്വേഷനുകൾ പഠിച്ചു വെച്ചാൽ മതി. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 വെച്ചിട്ടാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാകും. അതായത് ലെൻസ് ഫോർമുല വെച്ചിട്ട് സോൾവ് ചെയ്യുന്ന പ്രോബ്ലം നമുക്കത് ചെയ്യാം. ആദ്യം നിങ്ങൾ ലെൻസ് ഫോർമുല പഠിക്കാനായിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടൊരു സെക്ഷൻ വീഡിയോ, ക്വസ്റ്റ്യൻ മാത്രമായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. ഓക്കെ അല്ല, പ്രാക്ടീസ് സെക്ഷൻ നമുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കടാ, എന്താണ് ഇവിടെ എഫ് തരും. അപ്പോൾ നമുക്ക് യുവും വിയും തരും. അതായത് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം തരും, ഒരു 10 സെൻറ്റിമീറ്ററും തരും. ഓക്കെ അല്ലേ. വി നമുക്ക് എത്ര തരും? ഇമേജിലെ ഇമേജിലേക്കുള്ള ദൂരല്ലേ, അതൊരു 15 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ യുവും വിയും തന്നാൽ വാട്ട് ഈസ് ദ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞ് ചോദിക്കും അവർ. ഫോക്കൽ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ. അപ്പോൾ എന്താ, അതിനുള്ള ഇക്വേഷനാണിത്. യുവും വിയും തന്നാൽ എഫ് കാണാനുള്ള ഇക്വേഷനാണ് ഈ കൊടുത്ത ഒന്നാമത്തെ. അതേപോലെ നമുക്ക് എന്ത്, എഫ് ഒരു 10 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ അല്ലേ. ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം തന്നിട്ടില്ല, പകരം ഇമേജിലേക്കുള്ള ദൂരം തന്നിട്ടുണ്ട്. അതൊരു 30 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ യു കാണാൻ പറ്റൂലേ. അതിനുള്ള ഇക്വേഷനാണ് രണ്ടാമത്തെ. അതേപോലെ യുവും എഫും അവർ തരും. എഫ് ഒരു 10 തന്നെ ഇരിക്കട്ടെ. യു നേരത്തെ പോലെ ഒരു 20 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുക? വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ ഇമേജ് എന്നാ ചോദിക്കുക. ഓക്കെ അല്ലേ. പൊസിഷൻ ഓഫ് ദ ഇമേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൊസിഷൻ കാണുന്നു വേണ്ട, വി എത്ര ഡിസ്റ്റൻസ് ആണെന്ന് വി ആണ് കാണുക കേട്ടോ. ക്വസ്റ്റ്യനിൽ പൊസിഷൻ ഓഫ് ദ ഇമേജ് കാണാൻ പറഞ്ഞാൽ വിയും, ക്വസ്റ്റ്യനിൽ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് കാണാൻ പറഞ്ഞാൽ യുവുമാണ് കാണേണ്ടത്. ചോദ്യപേപ്പറിൽ വസ്തുവിൻ്റെ സ്ഥാനം ചോദിച്ചാൽ യുവും, ഈ പ്രതിബിംബത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ വി ആണ് കാണേണ്ടത്. അത് കാണാനാണ് 3 ഇക്വേഷൻസ് നിങ്ങളെ ഇവിടെ പഠിപ്പിച്ചത്. എഫ് കാണാനുള്ള ഇക്വേഷൻ, യു കാണാനുള്ള ഇക്വേഷൻ, വി കാണാനുള്ള ഇക്വേഷൻ. ഈ 3 ഇക്വേഷനും ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ മെയിൻ ഇക്വേഷനകത്ത് നിന്ന് ഉണ്ടാക്കിയതാണ്. അതെങ്ങനെ ഉണ്ടായി എന്നും നിങ്ങൾ പഠിക്കേണ്ട. പക്ഷെ പരീക്ഷയ്ക്ക് ലെൻസ് ഫോർമുല എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്ന ഇക്വേഷനാണ് എഴുതേണ്ടത്. 1 മാർക്കിന് ചോദിക്കും. ഓക്കെ അല്ലേ. ലെൻസ് ഫോർമുല, ലെൻസ് സമവാക്യം, ലെൻസ് ഇക്വേഷനൊക്കെ എഴുതാൻ പറഞ്ഞാൽ 1 മാർക്കിന് എഴുതുക. ഇങ്ങനെ എഴുതി വെച്ചിട്ട് കാര്യമില്ല, മാർക്ക് ഉണ്ടാവില്ല. അതേപോലെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഇതേപോലെ ഈ താഴെ എഴുതിയ മാതിരി വി എന്താ, യു എന്താ, എഫ് എന്താ എന്ന് എഴുതിയാലേ നിങ്ങൾക്ക് ലെൻസ് ഫോർമുലയ്ക്ക് 1 മാർക്ക് കിട്ടും. ക്ലിയർ അല്ലേ. പ്രോബ്ലം ചോദിക്കുമ്പോൾ നമുക്ക് ഈ 3 ഇക്വേഷന് അല്ലാതെ ഇതിനകത്ത് നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കണ്ട, നമുക്ക് സ്പീഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് പഠിക്കുക. എഫ് ഇസ് ഈക്വൽ ടു യു വി ബൈ യു മൈനസ് വി, യു ഇസ് ഈക്വൽ ടു വി എഫ് ബൈ എഫ് മൈനസ് വി, വി ഇസ് ഈക്വൽ ടു യു എഫ് ബൈ യു പ്ലസ് എഫ്. ഓക്കെ അല്ലടാ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് അത്രയും മതി. 3ാമത്തെ ക്ലാസ്സും കൂടി വൃത്തിയായിട്ട് കണ്ട് പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സോടെ നമ്മളുടെ ചാപ്റ്റർ ഏകദേശം തീരാൻ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചാപ്റ്ററിലുള്ള പ്രോബ്ലംസ് മാത്രം ഒരു സെക്ഷനിൽ ചെയ്യണം. അടുത്ത ടോപ്പിക്ക് പഠിക്കണം. കാരണം അടുത്ത ടോപ്പിക്കും ഒരു പ്രോബ്ലത്തിൻ്റെ 1 മാർക്കിന് ചോദിക്കുന്ന ഒരു പ്രോബ്ലം അടുത്ത ടോപ്പിക് ഉണ്ട്. ആ ടോപ്പിക്കും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം സെക്ഷനിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ക്ലാസ്സുകൾ കണ്ട് പഠിക്കുക. ക്ലാസ് കാണുന്നതോടൊപ്പം തന്നെ പ്രാക്ടിക്കലായിട്ട് ചെയ്തു പോവുക. ഇതൊക്കെ നിങ്ങൾ വരച്ച് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു.